നമസ്കാരം നമസ്കാരം. ടി വി രാജേഷ് എംസാർ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം രാവിലെ ഇവിടെ തന്നെ നടക്കാൻ വരുന്നത്? അതെ അതെ, കുറച്ച് ദിവസങ്ങളായിട്ട് പാലക്കാട് ഇലക്ഷൻ വന്നതിന് ശേഷം ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ അവിടെയായിട്ട്. എന്താണ് കൊട്ടിക്കലാശ പ്രതീക്ഷ? വിജയം സുനിശ്ചിതമെന്നാണ് പാലക്കാട്ടെ വോട്ടർമാർ പറയുന്നത്. ഉറപ്പ് 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 തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ടി വി രാജേഷും എം സ്വരാജും ഇവിടെ ഉണ്ടായിരുന്നു. അവർ ദീർഘ ദിവസങ്ങളെ ക്യാമ്പ് ചെയ്ത പ്രചരണത്തിലായിരുന്നു. അവർ നമ്മളെ പലയാവർത്തി പല ദിവസങ്ങൾ കോട്ടമരാജ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ രാവിലെ ഇറങ്ങിയതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? അത് പാലക്കാട് കോട്ടയിലാണ്, ടിപ്പുവിന്റെ കോട്ടയിലാണ്. ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഫ്രഷ് കാഴ്ച കണ്ടാലും നമുക്ക് ബോറടിക്കില്ല. ഫ്രഷ് കാഴ്ച ഒന്നും അല്ലെങ്കിൽ കൂടി എന്താ ഇവിടെ പാലക്കാട് കോട്ടയിൽ ടിപ്പുവിന്റെ കിടങ്ങിൽ ആമകളുടെ കളിയാണ്. ആമക്കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ആമകളും മീനുകളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ രാവിലെ തന്നെ നിൽക്കും. എപ്പോഴും ഇവിടെ വരുമ്പോഴും നല്ല വലിയ 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 ആമകൾ. കഴിയുമ്പോഴേ ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഒരാൾ വരും. അതല്ലേ, ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. ആമ ഒരു കൗതുക കാഴ്ചയല്ലേ എപ്പോഴും? പിന്നെ രസമല്ലേ? നമുക്ക് ഒന്നോ രണ്ടോ ആമ കാണുമ്പോൾ തന്നെ രസമാണ്. ഇത് ഒന്നൊന്നുമല്ല, 1 2 3 4 5 വലുതുമാണ്. അത്യാവശ്യം നല്ല വലിയ ആമകളാണ്. ഒരു 500 ആമയുണ്ട് കേട്ടോ, 500 ആമ. അപ്പൊ ഇവിടെ ആമകൾ രാവിലെ അവരുടെ പ്രഭാത സവാരിയിലാണ്, നമ്മളെ പോലെ മോർണിംഗ് വാക്കിലാണ് തോന്നുന്നു അതിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇങ്ങോട്ടേക്കാണ്. നമ്മൾ നേരെ ടിപ്പുവിന്റെ കോട്ടയിൽ നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്, ശബരിമലയിലേക്ക്. ശബരിമല സന്നിധാനം, ശരണം സന്നിധാനം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നും വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ട്. 70,000 വെർച്വൽ ക്യൂ ബുക്കിംഗ് അല്ലേ? പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് 5000-ൽ താഴെയാണ്. നേരിട്ടെത്തി സ്പോട്ടിൽ ബുക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം 5000-ൽ താഴെയാണ്. MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് പ്രതീഷ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ സമയത്തെ സന്നിധാനത്ത് ഒരു ക്ലൈമറ്റ് ആണ്. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം പോയിരുന്നു. ഭയങ്കര രസമുള്ള ഒരു ക്ലൈമറ്റ് ആണ്. പ്രത്യേകിച്ച് പ്രതീഷ് നമ്മളെ മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നമ്മുടെ ഓഫീസിന്റെ ഒക്കെ ആ പരിസരം ഭയങ്കര സുഖമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. എങ്ങനെയുണ്ട് പ്രതീഷ്, ശബരിമലയിലെ സന്നിധാനത്തെ ഇന്നത്തെ പ്രഭാതം എങ്ങനെ? ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? കഴിഞ്ഞ തവണയൊക്കെ അത്യാവശ്യം ഈ തിരക്ക് അവർക്ക് അനിയന്ത്രിതമായിട്ടുള്ള തിരക്കായിരുന്നു. ആളുകൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ഇത്തവണ കഷ്ടപ്പാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ പ്രതീഷ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് നിഖിൽ. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ ഇത്തവണ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. 3-ാം ദിവസമായി ഇന്നും ശബരിമലയിൽ തീർത്ഥാടന തിരക്കാണ്. എനിക്ക് പുറകിൽ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഈ തീർത്ഥാടകരുടെ ഈ നീണ്ട നിര കണ്ടാൽ തന്നെ മനസ്സിലാകും. കാരണം അത്രത്തോളം തിരക്കാണ് രാവിലെ നട തുറന്നത് മുതൽ തന്നെ ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് വെർച്വൽ ക്യൂ 70,000 70,000-ത്തോളം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി മാത്രം ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനു പുറമെയാണ് ഈ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ഭക്തർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ 70,000 പേർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തപ്പോൾ അതിൽ 65,000 തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. 4,000-ൽ താഴെയായിരുന്നു ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നത്. കൂടുതൽ തീർത്ഥാടകർ വരും ദിവസങ്ങളിലും ശബരിമലയിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മലയാളികളും ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരും അടക്കം ശബരിമലയിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ രാവിലെയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ചാലക്കുടി. ആദ്യമായിട്ടാണ്? അതെ, ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിട്ട് തൊഴാൻ പറ്റി. വളരെ സൗകര്യം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിക്കും ഹാപ്പിയാണ്. സ്വാമി ശരണം. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നല്ല യാത്രയായിരുന്നു. എല്ലാവരും ചാലക്കുടിയാണോ? അതവിടെ നല്ല അറേഞ്ച്മെന്റ്സ്. ഹാഷ്മി, തീർത്ഥാടകരൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഒന്നും തന്നെ ശബരിമലയിൽ ഇല്ല. പെട്ടെന്ന് തന്നെ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ വരും ദിവസങ്ങളിലും തിരക്ക് കൂടിയാലും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിട്ടുണ്ട്. ഈ 18-ാം പടി വഴി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടിയാണ് തിരക്ക് കൃത്യമായി നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്പോട്ട് ബുക്കിംഗ് വഴി 10,000 പേർക്ക് ദർശനം നടത്താമെങ്കിലും കഴിഞ്ഞ 3 ദിവസമായി 5,000-ൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി നിലവിൽ ദർശനം നേടുന്നത്. വരും ദിവസങ്ങളിൽ ഈ തീർത്ഥാടകരുടെ എണ്ണം ഒപ്പം സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എല്ലാ വകുപ്പുകളും പോലീസും ഉൾപ്പെടെ പൂർണ്ണമായും ശബരിമല തീർത്ഥാടനത്തിന് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പരാതികളും നിലവിൽ തീർത്ഥാടകരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി തന്നെ തീർത്ഥാടകർക്ക് അയ്യപ്പ
അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല സന്നിധാനത്ത് നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. ഒപ്പം ഈ പരമ്പരാഗത കാനനപാതകൾ വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ സജീവമാകും കാനനപാതകൾ. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പരമ്പരാഗത കാനനപാതകളിലും ഒരുക്കിയിട്ടുണ്ട്. ഇനി 10 മണിയോടുകൂടി തന്നെ നിലവിൽ ഈ കാണുന്ന തിരക്കിന് നേരിയ കുറവുണ്ടാകും. ഇന്നലെയും രാവിലെയായിരുന്നു ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. എന്തായാലും ശബരിമലയിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും MG പ്രതീഷ് സന്നിധാനത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെ ഇത്തവണ നല്ല തീർത്ഥാടക തിരക്കാണ്. പക്ഷേ ആ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിഖിൽ, അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ കൂട്ടത്തിൽ അയ്യപ്പ ഒരാൾ ഭക്തിഗാനങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് പവിത്രൻ പാതിരപ്പറ്റ നമ്മുടെ സ്വയം പ്രേക്ഷകരാണല്ലേ. ഓക്കെ, അയ്യപ്പ ഭക്തിഗാനം എന്തായാലും പാടാം എന്ന് പറഞ്ഞാൽ ഇല്ല ആ സമയത്ത് മകരനില കുളിർ ആടിപ്പാടി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. എത്ര പാട്ടായാലും അയ്യപ്പ ഭക്തിഗാനം. എനിക്ക് അച്ഛ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു അമ്മയും ഒരു മകളും അച്ഛനോട് അച്ഛ അച്ഛ അല്ലെ, ഭയങ്കര രസമുള്ള പാട്ടാണ്. അതൊക്കെ ആ കാലത്തെ പാട്ടാണ്. അത് ഇപ്പൊ അങ്ങനെ ഇറങ്ങുന്നുണ്ടോ നിഖില്? അതൊന്നും ശ്രദ്ധപ്പെടാത്തതാണ്. വചനമഠങ്ങളിലൊക്കെ അങ്ങനത്തെ പാട്ടുകൾ ഇടുന്നുണ്ട്, പക്ഷെ പാട്ടുകൾ ഇറങ്ങുന്നത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലമായിരുന്നു, അതിന്റെ സുവർണ്ണ കാലമായിരുന്നു അല്ലെ. പിന്നെ MGയുടെ ഒക്കെ പാട്ടുകൾ, സ്റ്റുഡിയോസ് ഒക്കെ ഒരുപാട് പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. ഒരു രണ്ടുപേരും വേണം പാടാം. പിടിയാണോ? കണ്ണാടി ചില്ലോലും കനിപ്പമ്പ കല്ലോല ചിലം വിട്ട കുളിർപ്പമ്പ പാഞ്ഞോടും പമ്പ പനിനീരിൻ പമ്പ ഞാൻ പാടുന്ന പാട്ടിന്നു ശ്രുതി പമ്പ. ഭയങ്കര നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ എന്റെ വീട് ഒറ്റ പാട്ടോട് പാടാശ്മി. ഈ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടുണ്ട്, അത് അത്യാവശ്യം രസം. പമ്പാ ഗണപതി പാരിന്റെ അധിപതി പമ്പാൽ നുയരണം വൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധിയോടെ തീർക്കണം നെഞ്ചിൽ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക്. സാറായിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ വീട് പന്തളത്ത് ഒരു ക്ഷേത്രത്തിന് തൊട്ടടുത്ത മായക്ഷികാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയും. അപ്പൊ നമ്മുടെ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഇത്തരം പാട്ടുകൾ കേട്ടാണ് ഉണരുക. അപ്പൊ എന്റെ വളരെ ഏറ്റവും ചെറുപ്രായം മുതലുള്ള നൊസ്റ്റാൾജിയുടെ ഭാഗമാണ് ഈ പാട്ടൊക്കെ കൂടെ. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോഴേ നമ്മൾ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോകും. അങ്ങനെ പാട്ട് ഇപ്പോഴും കേൾക്കും. ഇപ്പൊ എല്ലാം എപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ ആ മേഖല രാവിലെ ഉണരുന്നത് ഈ പാട്ടുകൾ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ കോട്ടയ്ക്കകത്ത് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അപ്പൊ അതിനകത്തോട്ടും രാവിലെ ആൾക്കാർക്ക് വരുന്നുണ്ട്. അടുത്ത വാർത്ത ഏതാണ്? ഞാൻ ഈ ഓർക്കാതെ ഈ ഫോൺ എടുത്ത് പോക്കറ്റ് ഇട്ടു. ഇതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു പ്രേക്ഷകരോട്, എന്ന് പറഞ്ഞാൽ സാധാരണ അവിടെ PCR ഇരിക്കുമ്പോൾ നമുക്ക് പുറമോട്ട് നോക്കി വായിക്കാൻ പറ്റും. നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഫോണിൽ ഇതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലോട്ട് വാർത്ത തരികയാണ് ചെയ്യുക. അത് നോക്കി വായിക്കുകയാണ് ചെയ്യുക. അതെ. വിവാദങ്ങൾക്കിടെ നയൻതാരയുടെ വിവാദ ഡോക്യുമെന്ററി, എന്റെ പേര് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ, പുറത്തിറങ്ങി. നാനും റൌഡിത എന്ന ചിത്രത്തിന്റെ വീഡിയോ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയതിന് ധനുഷ് അതിൽ പ്രശ്നം ഉണ്ടാക്കി വക്കീൽ നോട്ടീസ് അയച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചേർന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് റഹീസ്. ഗുഡ് മോർണിംഗ് നിഖിൽ. താരതർക്കം ഒരു വലിയ വിഷയമായിട്ട് മാറുകയാണോ റഹീസ്? എങ്ങനെയാണ് പോകുന്നത്? നയൻതാര എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൂടിയാണ്. ധനുഷ് നമ്മുടെ ആൾ തന്നെ, പക്ഷെ നമ്മുടെ മലയാളികളുടെ ഒരു അഭിമാനം കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞോ റഹീസ്? നിഖിൽ, ഈ വക്കീൽ നോട്ടീസ് അയക്കുകയും ഒപ്പം ശേഷം നയൻതാര ധനുഷിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഹോട്ടായി നിൽക്കുന്ന ന്യൂസ് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടി നെറ്റ്ഫ്ലിക്സ് ഈ ഒരു ഡോക്യുമെന്ററി റിലീസ് ചെയ്തിട്ടുണ്ട്. നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററിയാണ്. നയൻതാര ദ ബിയോണ്ട് ഫെയറി ടെയിൽ എന്നുള്ളതാണ് ഈ ഡോക്യുമെന്ററിയുടെ പേര്. ഡോക്യുമെന്ററി റിലീസ് ചെയ്തതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ധനുഷിന്റെ ആരാധകരും നയൻതാരയുടെ ആരാധകരും രണ്ട് പക്ഷം പിടിച്ച് ചേരിപ്പോര് തുടരുകയാണ്. എന്തായാലും ഡോക്യുമെന്ററിയിലും ഈ 3 സെക്കൻഡ് വീഡിയോ, വിവാദമായതൊരു 3 സെക്കൻഡ് വീഡിയോ ആയിരുന്നു. അതായത് നാനും റൌഡിത എന്നുള്ള ചിത്രം ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമാണ്. ഒപ്പം തന്നെ നയൻതാര അഭിനയിച്ചിരിക്കുന്നു. സംവിധായകൻ വിഘ്നേഷ് ആണ്. അപ്പോൾ ഈ സെറ്റിൽ വെച്ചാണ് വിഘ്നേഷും നയൻതാരയും തമ്മിൽ പ്രണയത്തിലാകുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്ററി വിവാഹവുമായി ബന്ധപ്പെട്ടുള്ളതായതിനാൽ തീർച്ചയായിട്ടും ഇതിലെ രംഗങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 വർഷം മുൻപ് നയൻതാര ധനുഷിനെ സമീപിച്ചിരുന്നു. പക്ഷേ ഈ ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷം ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ധനുഷ് അറിയിച്ചു. ശേഷം ഈ ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷമാണ് വലിയ ഒരു വിവാദം ഉണ്ടാകുന്നത്.
നാലും റൗഡിദാസ് സെറ്റിലെ 3 സെക്കൻഡ് ദൃശ്യം അപ്പൊ നമ്മൾ കണ്ടു സോഷ്യൽ നയൻതാര മീഡിയയിൽ ഈ ഒരു രണ്ടുപേരുടെയും ആരാധകർ പരസ്പരം ചെയ്തതിന് ഏറ്റുമുട്ടുന്നുണ്ട്. പക്ഷേ ഈ നിഖിൽ ആ വിഷയത്തിൽ 10 കോടി ആവശ്യപ്പെട്ടു ഈ ഉപയോഗിക്കാൻ. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത്, നെറ്റിസൺസ് ചോദിക്കുന്നത്, നയൻതാര ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഉണ്ടാക്കുന്നത് ഫ്രീ ആയിട്ടല്ലോ, പൈസ മേടിച്ചിട്ടാണോ ഉണ്ടാക്കുന്നത്. പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് മറ്റേ എന്താണ് നയൻതാര പറഞ്ഞതുപോലെ നയൻതാര വിചാരിച്ചതുപോലെ അങ്ങോട്ട് ഒത്തില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഒത്തില്ലെന്ന് തോന്നുന്നു. അവരെങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത്ര സെക്കൻഡിനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുപോലും ഇത് ബിസിനസ്സാണ്. നയൻതാര ആ ഡോക്യുമെന്ററിക്ക് മേടിച്ച കോടികൾ എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ സ്വാഭാവികമായും തനിഷ്ഠ അനുകൂലമായി അവിടെ ഒരു സൈബർ ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇത് വലിയ പകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അത്രയ്ക്കൊക്കെ പറയേണ്ടതുണ്ടായിരുന്നു എന്ന ചോദ്യം ഉണ്ടിട്ടുണ്ട്. അതെ അതെ, 10 കോടി നയൻതാരയ്ക്ക് വലിയ കോടിയായിരിക്കും. ആ എന്തല്ലോ അല്ലേ? എനിക്ക് കാശ്മീർക്കും ഇച്ചിരി വലിയ ഇച്ചിരിയോ 1 കോടി അറിഞ്ഞിട്ടുണ്ടോ? 1 കോടി 10 ലക്ഷം. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ പാലക്കാട് കോട്ടമൈതാനി നിൽക്കുമ്പോൾ കോട്ടമൈതാനിയിൽ നല്ല ഗംഭീരമായ വായുവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഈ വായുവിന്റെ എയർ ക്വാളിറ്റി അറിയാൻ പറ്റും. പക്ഷെ ഡൽഹിയിലെ അവസ്ഥ അതല്ല. ഡൽഹി ഭയങ്കര ഭീകരമായ വായു മലിനീകരണമുണ്ട്. അപ്പോൾ ഡൽഹി വായു മലിനീകരണം നിയന്ത്രിക്കാൻ കർശന നടപടികൾ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് അഭയ് എസ് ഓക്ക ഉൾപ്പെടുന്ന 2-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ കഴിഞ്ഞ ദിവസം അമിക്കസ് ക്യൂറി കോടതി ആശങ്ക അറിയിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി ഡൽഹി മാറരുതെന്നും അമിക്കസ് ക്യൂറി അപരാജിത സിംഗ് കോടതിയിൽ പറഞ്ഞിരുന്നു. ദീപാവലി ദിനത്തിൽ പടക്ക നിരോധന ഉത്തരവ് ലംഘിച്ചതിനെ സുപ്രീം കോടതി ഗൌരവമായി കാണുകയും ഡൽഹി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓക്സിജൻ ജീവശ്വാസം അകത്തേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത്രത്തോളം മലിനമാകുന്നു ഡൽഹിയുടെ നമ്മുടെ രാജ്യ തലസ്ഥാനത്തിന്റെ വായു. ഉറപ്പല്ലേ, വല്ലാത്ത ഭീകരാവസ്ഥയാണ്. അപ്പൊ അതിനുള്ള പരിഹാരം, ക്രിയാത്മക പരിഹാരം ഉണ്ടാകും. ഇക്കാലം അത്രയും ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമസ്കാരം. ഓക്കെ, വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വെൽക്കം ടു പാലക്കാട്, വെൽക്കം ടു കോട്ടമൈതാനി. വെൽക്കം കോട്ടമൈതാനി. പുറത്തോട്ട് നമ്മൾ ഇറങ്ങി ഒരു ചായ കുടിക്കാന്നുള്ള ഉദ്ദേശം. അതായത് ഇവിടെ മിൽമാടെ ബൂത്തുണ്ട്, നല്ല ചായ, പാല്. ഇവിടെ പാലട ചേട്ടാ 2 ചായരോ? ഇവിടെ ഒരു സ്ട്രോങ്ങും ഒരു ലൈറ്റും ഇല്ലേ? ഈ ബസ് നേരത്തെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് പുഴുങ്ങിയ മുട്ട. പുഴുങ്ങിയ മുട്ട, സമൂസ ഉണ്ട്, പത്തിരി ഉണ്ട്. ചേട്ടാ ഇതിന്റെ പേരെന്താ? എന്ത് സാധനം? ഇത് കണ്ണൂരപ്പം ഉണ്ട്. ചേട്ടാ ഇതിന്റെ ഇടയ്ക്കാണെങ്കിലേ ഇതിനാണെങ്കിൽ എന്താണ് കുക്കറപ്പം എന്ന് പറയും. കുക്കറപ്പം എന്ന് പറയും. കുക്കറപ്പം എന്ത് പറഞ്ഞൂടാ. വടയുണ്ട്, നെയ്പത്തിരി, കൊഴുക്കട്ട, പുഴുങ്ങിയ മുട്ട. രാവിലെ ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ. രാവിലെ നമ്മുടെ ഈ കോട്ടമൈതാനിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു മിൽമ ബൂത്താണ്. അപ്പോൾ ഇവിടെ രാവിലെ വളരെ സജീവമായ ആളുകൾ ചായ കുടിക്കാൻ വരുന്ന സ്ഥലവുമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ കോട്ടയിൽ എവിടെയോ ആർ ശ്രീത്ത് നിപ്പുണ്ട്. നമ്മുടെ അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ശ്രീത്തേട്ടൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർ ശ്രീത്ത് ഇവിടെ ഇന്നിപ്പോൾ കുട്ടിക്കലാശമാണ്. കുട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതൊരു ഡബിൾ സ്ട്രോങ് ആണ്. ഇതിന്റെ ഒരു ഇരട്ടി സ്ട്രോങ്ങിൽ കട്ടക്ക് പിടിക്കില്ല എന്ന് കുട്ടിക്കലാശം. ശ്രീത്ത്, തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആവേശമാണ് പ്രചരണത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രകടമായത്. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം. ആ പ്രചാരണത്തിൽ കണ്ട ട്വിസ്റ്റുകളും സസ്പെൻസുകളും നിറഞ്ഞ ആ പ്രചാരണത്തിന്റെ ആവേശം കൊട്ടിക്കലാശ ദിവസവും ആവർത്തിക്കാനാണ് 3 പ്രധാന മുന്നണികളുടെയും തീരുമാനം. ഉച്ചയോടുകൂടി നഗരം BJP, LDF അതോടൊപ്പം തന്നെ UDF പ്രവർത്തകരെ കൊണ്ട് നിറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രാവിലെ CPIM-ന്റെ ഒരു പ്രക്ഷോഭ പരിപാടി ഇവിടെ കളക്ടറേറ്റിലേക്ക് നടക്കുന്നുണ്ട്. ഈ വോട്ടർ പട്ടികയിലെ വ്യാജന്മാരെ കണ്ടെത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ലെങ്കിൽ സമരം നടത്തുമെന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ CPM ആഗ്രഹിച്ച ഒരു നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ 10 മണിക്ക് CPM-ന്റെയും LDF-ന്റെയും പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. അപ്പോൾ കൊട്ടിക്കലാശ ദിവസം ഒരു പ്രക്ഷോഭത്തിന്റെ ദിവസം കൂടിയാക്കി മാറ്റുകയാണ് LDF. എന്നാൽ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ രാവിലെ മുതൽ തന്നെ ഈ പ്രചരണ പരിപാടികൾ, ഗൃഹസമ്പർക്കം അടക്കമുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ മേഴ്സി കോളേജിന്റെ സമീപത്ത് നിന്നാണ് ഈ NDAയുടെ കൊട്ടിക്കലാശത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. UDF-ന്റെ റോഡ് ഷോയും യാക്കര ഭാഗത്ത് നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കും. LDF 4 മണിയോടെയാണ് സുൽത്താൻപേട്ടയിൽ നിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് റോഡ് ഷോ നടക്കുന്നത്. ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു 3 റോഡുകൾ വന്നു കയറുന്ന സ്ഥലമാണ്, ഒരു ട്രൈ ജംഗ്ഷൻ എന്ന് പറയാവുന്ന സ്ഥലമാണ്. അവിടെ
3 റോഡുകൾ ഓരോ പാർട്ടികൾക്ക്, ഓരോ മുന്നണികൾക്കായി നൽകി കൊട്ടിക്കലാശം ആവേശകരമായി തീരുന്നതാണ് പാലക്കാട്ടെ പതിവ് ദൃശ്യം. ആ ദൃശ്യങ്ങൾ ഇന്നും ആവർത്തിക്കും. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസത്തെ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഓക്കെ ഹർഷീത്ത്, ഇപ്പോൾ എന്തായാലും കുട്ടിക്കലാശം നേരത്തെ തനേഷ് തമ്പി ഇപ്പോൾ ഹർഷീത്തൊക്കെ പറയുന്നത് പോലെ പാലക്കാട് ഇതുവരെ കണ്ട ഏറ്റവും വലിയ ആവേശത്തിന്റെ കുട്ടിക്കലാശമാകും കാണുക. ഇവിടെ ഈ കോട്ട മൈതാനം എന്ന് പറഞ്ഞാൽ ടിപ്പുവിന്റെ കോട്ടയുണ്ട്, പ്രചരണ വാഹനങ്ങളൊക്കെ പോയി വണ്ടി. അപ്പോൾ ഈ റോഡിന് നേരെ ഓപ്പോസിറ്റാണ് ടിപ്പുവിന്റെ കോട്ട. അതിനിപ്പുറത്താണ് യഥാർത്ഥത്തിൽ ആളുകൾ കളിക്കാനൊക്കെ വരുന്ന, ആളുകൾ ഓടാനൊക്കെ വരുന്ന, ഇവിടെ ചെറിയ ജിമ്മൊക്കെ ഉള്ള സ്ഥലം നേരെ ഓപ്പോസിറ്റാണ്. അതിനകത്തോടെ നമ്മൾ കയറുകയാണ്. ഈ ഗേറ്റ് കുറച്ച് കഴിയുമ്പോൾ തുറക്കുമായിരിക്കും കേട്ടോ. അതാണ്ട് അവിടെ വളരെ സജീവമായി രാവിലെ അല്ലേ. ഇന്നലെ ഇവിടെ 1-2 ചില കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മള് ഈ ഭാഗത്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് വാക്കേഴ്സിനെ കാണാവുന്നതാണ്. പിന്നെ ഉറപ്പായിട്ടും ഓടെന്ന് പറഞ്ഞാൽ ചെറിയ ജോഗിങ്. ഇവിടെ ഇതിനകത്തോട് കയറി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കയറി അങ്ങനെ ആ ഓളത്തില്. പിന്നെ ഞാൻ വൈകിട്ട് നടക്കാൻ വരുന്നത് എവിടെയാണ്, നല്ല രസമാണ്. ഒരുപാട് ആളുകൾ ഓടണം. അപ്പൊ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇതേ ഓട്ടം ഓടേണ്ടി വരും. എന്തായാലും മൊത്തം ഓട്ടമാണ്. അപ്പൊ രാവിലെ ഓടിയാലും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഓടാനുള്ളവരാണ്. അവിടെ വലിയ ഓട്ടവും അവിടെ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമറമാരെ കഷ്ടപ്പെട്ടു വിട്ടേക്കുന്നു. അവർക്കാണ് കഷ്ടപ്പാട്, നമുക്ക് ബുദ്ധിമുട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിലാഷ് തൊഴിലും കൂടെ അനുവും ഒക്കെ ബാക്കിലോട്ടാണ് ഓടുന്നത്. അപ്പൊ അവര് ഒരുപാട് ഓടിക്കുന്നത് മോശമാണ് അല്ലേ. ഷാനുവിനിപ്പോ രാശി ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വേറൊരു ബ്രോ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിർധനരായ 15 യുവതിയുവാക്കൾക്ക് സമൂഹ വിവാഹം നടത്തി മഹാരാഷ്ട്രയിലെ ഡോംബിവലിയിലെ മലയാളി സമാജം. മഹാരാഷ്ട്രക്കാരായ യുവതിയുവാക്കൾക്കാണ് മലയാളി സമാജം സഹായഹസ്തം നീട്ടിയത്. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു സമൂഹ വിവാഹം. ആ കൂട്ട കല്യാണ കാഴ്ചയിലേക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജമായ ഡോംബിവലി സമാജം വീണ്ടും മാതൃക തീർക്കുകയാണ്. 15 നവദമ്പതികൾ സമാജം പ്രവർത്തകരുടെ ആശീർവാദത്തോടെ പുതുജീവിതത്തിലേക്ക്. കമ്പൽപാടയിലെ മോഡൽ കോളേജ് അങ്കണത്തിലായിരുന്നു ചടങ്ങ്. ഭീവണ്ടി, ഷഹാപൂർ, വൈതരണ, ഖാർഡി, സത്താറ, പൂനെ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് യുവതീ യുവാക്കളെ തെരഞ്ഞെടുത്തതെന്ന് സമാജം ചെയർമാൻ വർഗീസ് ഡാനിയൽ. സമാജം പ്രവർത്തകരും സുമനസ്സുകളായ വ്യവസായികളുമാണ് വിവാഹത്തിനുള്ള ചെലവ് കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിലെ മന്ത്രി രവീന്ദ്ര ചവാൻ അടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലയിലെ പ്രമുഖർ ചടങ്ങിനെത്തി. നവദമ്പതികളുടെ ബന്ധുക്കൾ പലരും പരിപാടിയിൽ സംസാരിക്കവേ വികാരാധീനരായി. 24 മുംബൈ. ഇവിടെ നിങ്ങൾ 2 ചായ പറഞ്ഞാൽ ക്യാമറമാൻ എന്ത് ചോദിക്കുന്നുണ്ടോ? അവരൊക്കെ 2-3 ചായ കുടിച്ചിട്ട് നിൽക്കുമല്ലോ അല്ലേ. അതെ അതെ, എന്തൊരു കരുതലാണ് നമ്മുടെ പ്രേക്ഷകർക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ചായ കുടിച്ച ആ ചായ കംപ്ലീറ്റ് ആക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ ഇടയ്ക്കൊരു ചായ കുടിച്ചു എന്നുള്ളൂ. ഇത് കഴിയുമ്പോഴേക്ക് നമുക്ക് 7 മണിയാകുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോയി ക്യാമറമാരൊക്കെ നല്ല വടയും ഒരു 3-4 വടയൊക്കെ കഴിച്ചിട്ട് ഗംഭീരമായിട്ട് ആഘോഷമാക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ക്യാമറമാർക്ക് ഇപ്പം ചായ മേടിച്ചു കൊടുക്കാത്തത് അല്ലേ. ഇനിയിപ്പോൾ എന്ത് വാർത്തയായിരുന്നു അവിടുന്ന് പറഞ്ഞത്? പറഞ്ഞായിരുന്നു. ചേവായൂർ ബാങ്ക്, കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത് വ്യവഹാര വഴിയിലേക്ക് നീങ്ങുകയാണ്. അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ 3 ഹർജികൾ നൽകും. കള്ളവോട്ട് നടന്നതിനാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം. CPM-ന്റെ ആക്രമണങ്ങൾ കൂട്ടുന്ന മെഡിക്കൽ കോളേജ് ACP K ഉമേഷിനെതിരെ നടപടി വേണമെന്ന് കോടതി അറിയിക്കും. റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. ശനിയാഴ്ച നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM കള്ളവോട്ട് ചെയ്ത് വിജയിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസ് ആരോപണം CPM സ്വാഭാവികമാണ്, നേരത്തെ തള്ളിക്കളഞ്ഞു. ശരി, അപ്പം ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇവിടെ നടക്കുകയാണ്. ഇവിടെ നടക്കാൻ വരുമ്പോഴേക്ക് കാണാം ഒരുപാട് പേർ എന്ന് പറഞ്ഞാൽ ഒരു 100-300 പേരെങ്കിലും രാവിലെ ഇവിടെ നടക്കുക. ഇത് ഇവിടുത്തെ പുതിയ കാഴ്ചയല്ല, ഇവിടെ ഓട്ടമാണ്. ഒരുപാട് പേർ അവിടെ ആ ജിമ്മിൽ, ഓപ്പൺ ജിമ്മിൽ വരുന്നുണ്ട്. അവിടെ പ്രായഭേദമന്യേ എല്ലാവരും രാവിലെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന നല്ല മനോഹരമായ കാഴ്ച. ഇനിയും ബെഡിൽ നുണരാത്ത 6:54 ഇനിയും ബെഡിൽ നുണരാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ഈ പ്രചോദന കാഴ്ചകൾ കണ്ട് ചാടി എഴുന്നേൽക്കുക, 2 റൗണ്ട് നടക്കുക, അല്ലെങ്കിൽ 2 റൗണ്ട് ഓടുക, ചായ കുടിക്കുക, ജീവിതത്തിൽ ആക്റ്റീവ് ആവുക. നേരം ഏതാണ്ട് പൂർണ്ണമായി പുലർന്നു കഴിഞ്ഞു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രഭാതം വെള്ള കീറി അവിടെ ചക്രവാളത്തിൽ സൂര്യൻ ഇങ്ങനെ നല്ല ചുവന്ന ഗംഭീരമായിട്ട് വട്ടത്തിൽ അങ്ങനെ ചുവന്ന് കണ്ട കൊതിയാവുന്ന പോലെ ഗംഭീരമായിട്ട് കയറി വരുന്നുണ്ട് അല്ലേ. സൂപ്പർ അല്ലേ, അടിപൊളി, നല്ലൊരു വിഷ്വൽ. ആ മരങ്ങൾക്കൊക്കെ ഇടയിലൂടെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഭംഗിയുണ്ട്. രണ്ടുപേരും എന്താ തോന്നുന്നത്?
രണ്ടുപേരും എന്തിന് വേറൊരു സൂര്യോദയം അല്ല അതിൽ ആണോ ആണോ അത് പാടാം. വേറൊരു പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്. ഏതാ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. എന്നാ നമ്മളെ പി ടി തോമസ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആവശ്യപ്പെട്ടത് ഈ പാട്ട് നിർത്താതെ കേൾപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. എന്തൊരു ഭംഗിയുള്ള വരികളാണ്. നിഖിലിന്റെ ഒരു ഇംപ്രൂവൈസേഷൻ കേട്ടോ ഉണ്ട് അവിടെ ഓൾറെഡി ഒരു ഇംപ്രൂവൈസേഷൻ ഉണ്ട്. സംഗതി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനി പോകുന്നത് ഒരു എന്താണ് ദൗർഭാഗ്യങ്ങൾ രോഗത്തിന്റെ രൂപത്തിൽ വേട്ടയാടിയപ്പോഴും സ്വന്തം പ്രിയതമയെ കൈവിടാതിരുന്ന ശക്തിവേൽ ഇപ്പൊ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ശരീരം തളർന്നു, മാനസിക വെല്ലുവിളി നേരിടുന്നു സ്വന്തം ഭാര്യ ഈ വരുന്ന 23 ഓപ്പറേഷൻ ആവശ്യമായുണ്ട്. ഒരു കൈത്താങ് വേണം, നമുക്ക് എല്ലാവരുടെയും ഒരു ചെറിയ കൈത്താങ് ശക്തിവേലിന് വേണം. ഭാര്യയുടെ ജീവൻ, ഭാര്യയെ ശക്തിവേൽ ഇനിയും ദീർഘകാലങ്ങളിൽ കൂടെ ചേർത്ത് നിർത്താൻ. പാലക്കാട് നെന്മാറയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെത്തിയതാണ് ടൈലറായ ശക്തിവേൽ. ജീവിതം തുന്നിപ്പിടിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ വീഴ്ചയിൽ നട്ടല് തളർന്ന ഇന്ദുവിനെ ജീവിത പങ്കാളിയാക്കി. അന്നു മുതൽ ഇന്ദുവിന് കൂട്ടായ ശക്തിയും ശക്തിക്ക് കൂട്ടായി ഇന്ദുവും മാത്രം. ഭാര്യയ്ക്ക് ഒരു 18 വർഷം മുമ്പ് ഒരു വീഴ്ച പറ്റിയതാണ്. വീഴ്ച പറ്റി ആൾ നട്ടല് പൊട്ടി സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയ ഒരാളാണ്. ആ വീഴ്ച പറ്റിയതിനു ശേഷം ആൾ മെൻ്റലി സൈക്കാട്രി പേഷ്യൻ്റാണ്. സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 18 വർഷമായി വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടി വന്ന ഇന്ദുവിന്റെ മാനസികാരോഗ്യം പതിയെ വഷളാകുവാൻ തുടങ്ങി. അപ്പോഴും ശക്തിവേൽ അവളുടെ ഒരു വെളിപ്പുറത്ത് ഉണ്ടായിരുന്നു. പൂർണ്ണമായും ഇന്ദു കിടപ്പിലായിട്ട് 5 മാസങ്ങളായി. അന്നു മുതൽ ശക്തിവേലിന് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഏലൂരിലെ ഈ വാടക വീട്ടിൽ ഇന്ദുവിനെ പരിചരിക്കാൻ ശക്തി മാത്രം. ഇത്രയധികം ദുരിതം അനുഭവിച്ചിട്ടും ഒരിക്കൽ പോലും ഭാര്യയെ വിട്ടുമാറി നിൽക്കണമെന്ന് തോന്നിയിട്ടില്ല. എൻ്റെ ഭാര്യയാണ് എൻ്റെ എല്ലാം. കാര്യം എനിക്ക് ഭാര്യ, അവൾക്ക് അതുപോലെ തന്നെയാണ്. ഞാൻ വേണം, എപ്പോഴും എന്നെ തന്നെ വേണം, എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് പുള്ളിക്കാരിക്ക് എപ്പോഴും ഒരാഗ്രഹം. ഇപ്പോഴും ആൾ വയ്യ എങ്കിൽ പോലും ആൾക്ക് ഞാൻ തന്നെ വേണം കൂടെ, എല്ലാം പരിചരിക്കാൻ ഞാൻ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഭാര്യൻ്റെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കട്ടിലിന്റെ 4 കാലുകൾക്കുള്ളിൽ ഡയപ്പറിലാണ് പ്രാഥമിക കൃത്യങ്ങൾ. സ്വകാര്യ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. സർജറി വൈകിപ്പിച്ചാൽ കിഡ്നികൾക്കടക്കം അണുബാധ നേരിടാമെന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. ആസ്റ്ററിലാണ് ഇന്ദുവിന്റെ ചികിത്സ. സർജറിക്ക് മാത്രമായി 7 ലക്ഷം രൂപ വേണം. തുടർ ചികിത്സയ്ക്ക് പിന്നെയും പണം കണ്ടെത്തണം. ഇതുവരെയുള്ള ചികിത്സയ്ക്കുള്ള പണം പലരിൽ നിന്നും കടം വാങ്ങിയതാണ്. സ്വന്തമായി വീടില്ലാത്ത ഇവർക്ക് ആ കടബാധ്യത തന്നെ താങ്ങാവുന്നതിലുമപ്പുറം. എങ്കിലും ഇന്ദുവിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ ശക്തിക്കറിയൂ. അതിനായാണ് ശ്രമവും. ഒക്ടോബർ 3 ആദ്യം സർജറി ഫിക്സ് ചെയ്തത്. സാമ്പത്തികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും അത് 22 മാറ്റി. ഒക്ടോബർ 22 മാറ്റി. അപ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ അത് വീണ്ടും 3ാമതൊരു ഡേറ്റ് ഫിക്സ് ആക്കിയിരിക്കുന്നത് നവംബർ 23 അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ചെയ്യണം. നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, സ്വന്തമായിട്ട് വീടില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ തയ്യൽ ജോലിയാണ്, ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക്, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അപ്പോൾ നമ്മളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എനിക്കൊന്നേ പറയണം, എനിക്കെൻ്റെ ഇന്ദുവിനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സഹായിക്കണം. 24 കൊച്ചി.